ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രണവ് മോഹൻലാലിൻ്റെ ഡൈസിറെ എന്ന മൂവിയുടെ സ്റ്റോറിയാണ്. ഈ സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നായകന് ഒരു പ്രേതത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുകയാണ്. സോ അത് ആരുടെ ആത്മാവാണ്, അതെന്തിനാണ് അവനെ തേടി വന്നത്, എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ നായകൻ അന്വേഷിക്കുന്ന ഒരു തീമാണ് ഈ ഒരു സിനിമയുടെ ബേസിക് സ്റ്റോറി. സോ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് കാണിച്ചുകൊണ്ടാണ്. അവിടെ വർക്കേഴ്സ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു എഞ്ചിനീയറിംഗ് സൂപ്പർവൈസറിൽ നിന്ന് ബില്ലൊക്കെ സൈൻ ചെയ്തതും നമ്മളെ കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ ടീയും സ്നാക്സും അവർക്കായി കൊണ്ടുവെക്കുന്നുണ്ട്. സോ വർക്കേഴ്സ് എല്ലാം വന്ന് ടീ കുടിക്കുന്ന ടൈമിൽ അവിടെ ഒരു ഗ്ലാസ് മാത്രം തട്ടിമറിഞ്ഞ് ടേബിളിൽ നിന്ന് ചായ ഇങ്ങനെ ഇറ്റിറ്റ് താഴേക്ക് വീണുകൊണ്ടിരിക്കും. നമ്മുടെ സൂപ്പർവൈസറായ മധു അതിനെ ഒരു വല്ലാതെ ഒരു ഭീതിയോടെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും നമ്മളെ കാണിക്കും. ആ ടൈമിൽ അയാൾക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. എന്ത് സംഭവിച്ചു, എപ്പോഴാണ് എന്നൊക്കെ അയാൾ തിരക്കുന്നുണ്ട്. പക്ഷേ എന്തോ പുള്ളിക്ക് അത് അറിയാമായിരുന്നു എന്ന രീതിയിൽ തന്നെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കും. അതിനുശേഷം ആ വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിനുള്ളിലെ കിണറിൽ നിന്ന് ഒരു ബോഡി പോലീസുകാരെല്ലാം പുറത്തേക്ക് എടുത്തിടുന്നത് കാണിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ബോഡിയാണ്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ബ്രദറും അതുപോലെ അവിടുത്തെ സെർവൻറ്റും എല്ലാം അവിടെ നിന്ന് കരയുന്നുണ്ട്. ആ പോലീസുകാരൻ ആ ബോഡിയുടെ കൈ താഴ്ത്തി വെക്കാൻ നോക്കുമ്പോഴേക്കും അത് താഴില്ല, തിരിച്ച് പഴയ പോലെ പൊങ്ങി വന്ന് വിരലെല്ലാം മടങ്ങി ഇങ്ങനെ നിൽക്കും. അത് കണ്ടിട്ട് മധു അതിനെ ഭീതിയോടെ നോക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് റോഹനെയാണ്. റോഹൻ തൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ആ പെൺകുട്ടിക്ക് ഒരു കോള് വരുന്നുണ്ട്. അയാളോട് പറയും, ബേബി ഞാൻ ഇപ്പോൾ ഇച്ചിരി തിരക്കിലാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം അവൻ താഴെ ഇറങ്ങി വന്നിട്ട് ഫ്രണ്ട്സിനോടെല്ലാം സംസാരിക്കും. എന്നിട്ട് അവൻ കിച്ചണിൽ ചെല്ലുമ്പോൾ അവൻ്റെ ക്ലാസ്മേറ്റ് ആയ ഫ്രണ്ട് അവൻ്റെ അടുത്ത് പറയും, എടാ നീ അറിഞ്ഞോ നമ്മുടെ കൂടെ പഠിച്ച കനി സൂയിസൈഡ് ചെയ്തെന്ന്. ഇത് കേട്ട് റോഹൻ ചോദിക്കുന്ന, കനിയോ, ഏത് കനി? എടാ നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ചില്ലേ, അവളാണ് മരിച്ചു പോയത് എന്ന് ആ ഫ്രണ്ട് പറയുന്നു. അപ്പോൾ റോഹൻ ചോദിക്കുന്നു, എന്ത് പറ്റി, എന്താണ് സംഭവിച്ചത്? എന്താണെന്നൊന്നും അറിയില്ലടാ, സൂയിസൈഡ് ചെയ്തതാണ്, ഇപ്പോഴാണ് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വന്നതെന്ന് ആ ഫ്രണ്ട് പറയുന്നുണ്ട്. സൂയിസൈഡ് നോട്ട്സോ അങ്ങനെ എന്തെങ്കിലും റീസൺ അറിയാമോ എന്ന് റോഹൻ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല എന്ന് ഫ്രണ്ട് പറയുന്നു. അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നു, എടാ നമുക്ക് നാളെ അവിടെ വരെ പോകണ്ടേന്ന്. അപ്പോൾ റോഹൻ പറയും, ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് കിച്ചണിന് പുറത്തേക്ക് വരികയാണ്. നെക്സ്റ്റ് ഡേ റോഹൻ ഉറക്കമൊക്കെ എണീറ്റ് വരുമ്പോൾ അവൻ്റെ സെർവൻസ് കഴിഞ്ഞ ദിവസത്തെ പാർട്ടിയുടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ അവൻ ബാൽക്കണിയിൽ പോയി നിന്നിട്ട് അവൻ്റെ ഫോണിൽ കനിയുമായിട്ടുള്ള ചാറ്റ്സും മെസ്സേജസും എല്ലാം ചെക്ക് ചെയ്യും. അവർ തമ്മിൽ നല്ലൊരു ക്ലോസ് റിലേഷൻഷിപ്പുള്ള ഉണ്ടായിരുന്നത്. അവർ തമ്മിലുള്ള ഫോട്ടോസ്, വീഡിയോസ് അതെല്ലാം അവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അടുത്ത ദിവസം റോഹനും അവൻ്റെ ഫ്രണ്ടും കൂടെ കനിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ നെയ്ബറായ മധു സാർ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഇവർ ആരാന്ന് തിരക്കുമ്പോൾ കനിയുടെ കൂടെ പഠിച്ചവരാണെന്ന് മനസ്സിലാവുന്നു. കൂടാതെ ആ പയ്യൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ ബിസിനസ്സുകാരനും അതുപോലെ റോഹൻ ശങ്കറിൻ്റെ മകനാണെന്ന് പറയുന്നു. ഓ, ശങ്കർ സാറിൻ്റെ മോനാണോ, ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ മധു സാർ റോഹൻ്റെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം ആ പിള്ളേർ അകത്ത് കയറി നിൽക്കുന്ന ടൈമിൽ റോഹൻ്റെ ഫ്രണ്ടിന് ഒരു ഫോൺ കോൾ വരുന്നു. അവൻ പുറത്തേക്ക് പോകുന്നു. ആ ടൈമിൽ റോഹൻ ചായ കുടിച്ചിട്ട് കനിയുടെ ബ്രദറായ കിരൺ എവിടെയെന്ന് അന്വേഷിച്ചിട്ട് മുകളിലേക്ക് പോകുന്ന വഴിക്ക് കനിയുടെ റൂം കാണുമ്പോൾ അവിടെ കയറി ഓരോന്ന് ചെക്ക് ചെയ്യുന്നു, അവളുടെ ഫോട്ടോയും അവളുടെ സാധനങ്ങളും മറ്റും. അപ്പോൾ അവളുടെ ടേബിളിൽ ഒരു സ്ലൈഡ് ഇരിക്കുന്ന കണ്ടിട്ട് അവൻ അതെടുത്ത് കയ്യിൽ പിടിക്കുന്നു. അതിനുശേഷം ടെറസിൽ പോയി കിരണിനെ കാണുന്നു. കിരൺ ഒരു വല്ലാതെ പരിഭ്രാന്തിപ്പെട്ടൊരവസ്ഥയിലാണ്. അവൻ ചുമ്മാ ഇങ്ങനെ ഫുട്ബോൾ ഇങ്ങനെ ഇട്ട് അടിച്ചടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഫ്രണ്ട്സും ഉണ്ട് കൂടെ. അവനാണ് ആ ബോഡി ആദ്യം കിണറിനകത്ത് കണ്ടതും ആളുകളെല്ലാം വിളിച്ചുണർത്തിയതും. ആ ബോഡി എടുത്ത് വെളിയിൽ ഇട്ട് കഴിയുമ്പോഴുള്ള അവളുടെ മുഖം നമ്മുടെ കിരണിൻ്റെ മനസ്സിൽ നിന്ന് ഒട്ടും മാറുന്നില്ലായിരുന്നു. അവൻ ആകെപ്പാടെ ടെൻഷനിലാണ്. അവൻ റോഹൻ്റെ കയ്യിൽ നിന്ന് ഒരു സിഗരറ്റൊക്കെ മേടിച്ച് വലിക്കുന്നുണ്ട്. ആ ടൈമിൽ റോഹൻ ചോദിക്കുന്നുണ്ട്, അവൾ നിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അവൻ പറയും, ഞങ്ങളങ്ങനെ സംസാരിക്കാറൊന്നുമില്ല, പക്ഷേ എനിക്ക് കുറച്ച് ദിവസമായിട്ടൊന്നും ഉറങ്ങാനേ പറ്റുന്നില്ല, അവളുടെ ഫേസാണ് മനസ്സിലുള്ളതെന്ന് പറയും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് റോഹൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം റോഹൻ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തുമ്പോൾ സെർവൻറ്റ് പറയുന്നുണ്ട്, അമ്മ വിളിച്ചിരുന്നു, മോനെ നീ തിരിച്ച് വിളിക്കണേ എന്ന്. അതിനുശേഷം സെർവൻറ്റ് വീട്ടിൽ പോകും. പിന്നീട് നൈറ്റാണ് കാണിക്കുന്നത്. വളരെ നിശബ്ദത നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. വല്ലാത്തൊരു കാറ്റ്, കർട്ടനൊക്കെ ഇങ്ങനെ കാറ്റിൽ കിടന്ന് ആടി ഉലയുകയാണ്. റോഹൻ പെട്ടെന്ന് ആരോ പുറകെ ഉണ്ടെന്ന് നോക്കിയിട്ട് അവൻ പുറത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വാതിൽ തന്നെ ഇങ്ങനെ തുറന്നു വരുന്ന അവൻ കാണുന്നു. അവൻ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ പുറത്തെങ്ങും ആരുമില്ല. അവൻ പിന്നെ എല്ലാം ചുറ്റും നോക്കിയിട്ട് അകത്ത് കയറി വാതിലടയ്ക്കുന്നുണ്ട്. അടുത്ത ദിവസം കാണിക്കുന്നത് നമ്മുടെ മധുവിൻ്റെ വീടാണ്.
മധു ഒരു നമ്പൂതിരിയാണ്, പൂണൂലൊക്കെ ധരിച്ചിട്ടുണ്ട്. അയാൾ അമ്മയ്ക്ക് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, മോനെ ചുമയുടെ മരുന്ന് നിനക്ക് കഴിച്ചുകൂടെയെന്ന്. അപ്പോൾ പറയും, അമ്മ ഈ പൊടി സൈക്കിളി അല്ലേ, അപ്പോൾ അത് മാറാൻ ടൈം എടുക്കുമെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് അച്ഛനെ പോലെ കർമ്മങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പൊക്കൂടെയെന്ന്. അപ്പോൾ അവൻ പറയും, അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന്. ആ ടൈമിൽ അമ്മ ചോദിക്കുന്നുണ്ട്, കനിയുടെ കാര്യം നിനക്ക് നേരത്തെ മനസ്സിലായതല്ലേ, നിനക്ക് നാട്ടുകാരുടെ അടുത്ത് പറയാറുന്നില്ലേന്ന്. പറയും, അതങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവില്ല എന്ന് പറയുന്നു. നീ പറഞ്ഞതൊക്കെ സത്യമായില്ലേ, നിന്റെ അച്ഛൻ്റെ അനുഗ്രഹമാണ് നിനക്കുള്ളത് എന്ന് അമ്മ പറയുന്നു. അപ്പോൾ അയാൾ പറയുന്നു, അനുഗ്രഹം കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് റോഹൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ പഠിച്ച ക്ലാസ്മേറ്റില്ലേ, അയാൾ പറയുന്നു, എടാ ഞാൻ നാളെ ബാംഗ്ലൂരേക്ക് പോവാണ്, പക്ഷെ എത്രയായിട്ടും കനിയുടെ കാര്യം എനിക്ക് മറക്കാനേ പറ്റുന്നില്ല, അവളുടെ മുഖമാണ് മനസ്സിൽ നിന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ റോഹൻ പറയുന്നുണ്ട്, നീ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ വിട്, ലീവ് ഇറ്റ് എന്ന് പറയുന്നു. അതിനുശേഷം അവൻ കാറിലേക്ക് വീട്ടിൽ പോകുന്നുണ്ട്. വളരെയധികം നല്ലപോലെ എൻജോയ് ചെയ്ത് ഡാൻസോ കളിച്ചിട്ടാണ് അവൻ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് കനിയുടെ വീടാണ്. കനിയുടെ ബ്രദർ വളരെ അൺയൂഷ്വലായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫോണൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ അച്ഛൻ അവനെ നോക്കുന്നുണ്ട്. പക്ഷേ അമ്മ വളരെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ മോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, അവൾക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലോ എന്നൊക്കെ. അപ്പോൾ അച്ഛൻ പറയും, നീ വിഷമിക്കേണ്ട, ഇതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, ഇല്ല അവൾ പോയിട്ടില്ല, അവൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ പറയുന്ന ടൈമിൽ റോഹൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ ആ കരിയിലകളൊക്കെ കാറ്റത്ത് ഇങ്ങനെ അനങ്ങുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. റോഹൻ ബെഡ്റൂമിൽ കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് അവനെ ആരോ തൊട്ടതുപോലെ അവന് ഫീൽ ചെയ്യും. അവൻ പെട്ടെന്ന് ചാടി പേടിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. നോക്കുമ്പോൾ ബെഡ്ഷീറ്റ് ഇങ്ങനെ ആരോ അനങ്ങുന്നത് പോലെ മൂവ് ചെയ്യുന്നു. അവിടെ ആരോ ഉള്ളതുപോലെ അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ അനങ്ങുന്നുണ്ട്. കൂടാതെ ഒരു ചിലങ്കയുടെ ശബ്ദവും. റോഹൻ പെട്ടെന്ന് മുറിക്ക് വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കും. എന്നിട്ട് അകത്ത് അനക്കമുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് എന്തോ ഒരു ശബ്ദം അവനങ്ങനെ കേൾക്കുന്നുണ്ട്. നല്ലപോലെ വിയർത്ത് ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അവൻ ആ മുകളിലത്തെ സ്റ്റെയറും റൂമും ഒക്കെ നോക്കി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സർവൻ്റ് വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. പക്ഷേ അവനൊന്നും മിണ്ടുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ USA ബുക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വൈകുന്നേരം വരെ ആ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്ത് പോയി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കും. അതിനുശേഷം വീട്ടിൽ വന്നിരുന്ന് ഫുൾ സ്മോക്കിംഗ് ആണ്. ബാൽക്കണിയിൽ വന്ന് കുറേ നേരം നിന്നതിന് ശേഷം അവൻ കിച്ചണിൽ പോയി ഐസ്ക്രീം കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. കുറച്ച് ഐസ്ക്രീം കഴിച്ചതിന് ശേഷം അവൻ അത് അടച്ചു വെച്ചിട്ട് സ്പൂൺ കഴുകാൻ വാഷ് ബേസിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും അവൻ അടച്ചു വെച്ച ഐസ്ക്രീമിൻ്റെ അടപ്പ് തന്നെ തെറിച്ച് തറയിൽ വീഴുന്നു. അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് ഇന്നലത്തെ പോലെ തന്നെ ആരോ ഇവിടെ ഉണ്ടെന്ന്. അവൻ ആ അടപ്പെടുത്തിട്ട് അടച്ചു വെക്കുന്നു. അപ്പോൾ ആ ഒരു ശക്തി വന്ന് അവനെ അടിച്ചിട്ട് വലിച്ച് ഹോളിലേക്കൊക്കെ കൊണ്ടുപോയി അവൻ്റെ കഴുത്തിന് അവൻ്റെ ചെയിനിട്ട് മുറുക്കുകയും അവനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അവൻ ശ്വാസം മുട്ടി അവിടെ കിടന്ന് പിടയുന്നുണ്ട്. അവനെ ആരോ എന്നിട്ട് പിന്നെയും വലിച്ചെറിയും. അവൻ വലിഞ്ഞ് സ്റ്റെപ്പിൽ കയറുമ്പോൾ ആ സ്റ്റെപ്പിൽ നിന്നും വീണ്ടും അവനെ വലിച്ച് താഴേക്കിടും. പിന്നീട് ആ കിണറ്റിൽ നിന്ന് കിട്ടുന്ന ബോഡിയെയാണ് കാണുന്നത്. അവൻ ആ ബോഡിയെ സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അടുത്ത ദിവസമായിരിക്കുന്നു. ആ വീട്ടിലെ സെർവൻറ്റും സെക്യൂരിറ്റിയൊക്കെ വന്നിട്ട് റോഹനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ആ സെക്യൂരിറ്റി ഇവൻ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടിട്ട് ഇവൻ്റെ അച്ഛനെയും വിവരം അറിയിച്ചിരുന്നു. അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട്, നീ അവിടെ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ നീ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കരുത്, നീ USA പോകുന്നില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. നമ്മുടെ റോഹൻ ആ സെക്യൂരിറ്റി എടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം അവരോട് പറയാതെ അവൻ്റെ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്. പിന്നീട് കാണിക്കുന്നത് റോഹൻ കനിയും ഒന്നിച്ചുള്ള വീഡിയോസൊക്കെ കാണുന്നതാണ്. ആ വീഡിയോ നോക്കി റോഹൻ ചോദിക്കുന്നുണ്ട്, വാട്ട് ദ ഹെൽ യു വോണ്ട് കനി എന്ന്. എന്നിട്ട് പറയും, നിനക്കെൻ്റെ മുടി ഒത്തിരി ഇഷ്ടമായിരുന്നില്ലേ. എന്നിട്ട് ആ ദേഷ്യത്തോടു കൂടി അവൻ ട്രിമ്മർ ഉപയോഗിച്ച് അവൻ്റെ മുടിയെല്ലാം വെട്ടിക്കളയുകയാണ്. ആ ടൈമിൽ റോഹൻ്റെ കയ്യിൽ ആരോ കടിച്ചു മാന്തിയൊരു പാടും നമ്മളെ കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം റോഹൻ നമ്മുടെ മധുസാറിനെ പോയി മീറ്റ് ചെയ്യുകയാണ്. അയാൾ കനിയുടെ വീടിൻ്റെ അടുത്തുള്ള ആളാണല്ലോ. സോ അയാളോട് പറയുന്നു, 8 മാസം മുമ്പ് ഞാനും കനിയും സ്കൂളിൻ്റെ ഒരു അലൂമിനി മീറ്റിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ഞങ്ങൾ അടുത്തപ്പോൾ ഒത്തിരി അടുത്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് കല്യാണം എന്തൊക്കെയായി. അവൾ എന്നെ ഒത്തിരി ശല്യപ്പെടുത്താൻ തുടങ്ങി. കോൾ മെസ്സേജസ്, വോയിസ് മെസ്സേജസ്, അങ്ങനെ ശല്യം ഒത്തിരി ആയപ്പോഴേക്കും ഞാൻ അവളുമായിട്ട് ഗ്യാപ്പ് ഇട്ടു. പക്ഷേ ഗ്യാപ്പ് ഇട്ടത് ഒത്തിരി നന്നായി. അവൾ പിന്നീട് അങ്ങ് സൈലൻ്റായി. പക്ഷെ പിന്നെ ഞാൻ അറിയുന്നത് അവൾ സൂയിസൈഡ് ചെയ്ത കാര്യമാണ്. എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം എന്ന് പറയുന്നു. അയാൾ ചോദിക്കും, ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത്, എന്ത് ഹെൽപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. കനി എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. അവൾ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മധുസാറിന് അവിടെ ഗ്ലാസ് അടിക്കുന്നതും
തീ കത്തിക്കുന്നതും അങ്ങനെ എല്ലാ ചെറിയ ചെറിയ ശബ്ദങ്ങളും വളരെ സെൻസിറ്റീവായിട്ട് പുള്ളിക്ക് കേൾക്കാൻ പറ്റുന്നതായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാറ് ചോദിക്കും, അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. റോഹൻ പറയുന്നുണ്ട്, അവർ നിങ്ങളുടെ നെയ്ബറല്ലേ, അവരോട് പോയി പറയണം എന്തെങ്കിലും കർമ്മങ്ങളോ ക്രിയയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബാധകളുടെ ശല്യമൊക്കെ പോകുമെന്നല്ലേന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, നമ്മുടെ 16 അടുക്കുകയിൽ 3-4 ദിവസമല്ലേ ഉള്ളൂ, സോ അതൊന്ന് കഴിയുന്നിടം വരെ നീ വെയിറ്റ് ചെയ്യണമെന്ന് പറയും. അതുമാത്രമല്ല, ഇതൊരു ദുർമരണമാണല്ലോ, അപ്പോൾ പിന്നെ അവർക്ക് ഒത്തിരി ഇഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ ഒക്കെയുള്ള ആളുകളുടെ അടുത്തായിരിക്കും അവരുടെ ആത്മാവുകൾ ചെല്ലുക എന്നും ആ മധുസാർ ഇവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോഹൻ അതിനുശേഷം വീട്ടിൽ വന്നിട്ട് അവൻ്റെ 2 സെർവൻസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ഈ വീട്ടിലെ ലൈറ്റ്സ് ഒന്നും ഓഫ് ചെയ്യാൻ പാടില്ല, കർട്ടൻസ് ഒക്കെ എപ്പോഴും ഓപ്പൺ ചെയ്ത് ഇട്ടിരിക്കണം എന്ന് പറയുന്നു. കനി അവനെ ഉപദ്രവിക്കുന്നതുകൊണ്ട് തന്നെ അവനെന്തോ ഒരു റിവെഞ്ച് മൂഡിൽ ആണെന്ന് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നീട് റോഹൻ അവിടെ നിന്ന് ഡ്രം പ്ലേ ചെയ്യുകയാണ്. അവനത് ഒത്തിരി നേരം ചെയ്യുന്നുണ്ട്, രാത്രി വരെ. സെക്യൂരിറ്റി നോക്കുന്നുണ്ട് ഇവൻ എന്താണ് അത് നിർത്താത്തതെന്ന്. രാത്രി കാലത്ത് അവിടെ സെക്യൂരിറ്റി മാത്രമേ ഉണ്ടാവാറുള്ളൂ, സെർവൻസ് അവരുടെ വീട്ടിൽ പോകും. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞു പോകുന്നു. കനിയുടെ 16ാമത്തെ ദിവസമാവുന്നുണ്ട്. അന്ന് അവൾക്ക് വേണ്ടി അവളുടെ വീട്ടുകാരെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. റോഹൻ അത് ദൂരത്ത് നിന്ന് നോക്കി ഇങ്ങനെ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ അവൻ്റെ മനസ്സിന് ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് അവൻ അവൻ്റെ ബെഡ് ഇങ്ങനെ അനക്കി നോക്കുന്നുണ്ട്, ആരെങ്കിലും അവിടെ ഇരിപ്പുണ്ടോ, എന്തെങ്കിലും പാടുകൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. പക്ഷേ അവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അത് കാണുമ്പോൾ റോഹന് ഒത്തിരി സമാധാനമാവുന്നു. എല്ലാം മാറിക്കാണുമെന്ന ആശ്വാസത്തിൽ അവൻ ആ ബെഡിൽ കിടന്ന് ഉറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് കനിയുടെ ബ്രദറായ കിരൺ റോഹനെ കാണാൻ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഓൾറെഡി റോഹൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടായിരുന്നു. അവൻ നമ്മുടെ കിരണിനെ വിളിച്ചിട്ട് പോയിട്ട് അവനും ഡ്രിങ്ക്സ് കൊടുക്കുന്നു. രണ്ടുപേരും ബാൽക്കണിയിൽ ഇരുന്ന് കള്ളു കുടിക്കുകയാണ്. സിഗരറ്റ് വലിയും എല്ലാം ഉണ്ട്. ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയത്ത് റോഹൻ ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ എന്ന്. അവനെ ഒത്തിരി കെയർ ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിനക്ക് കുറച്ച് കാശ് അയച്ചു തരാമെന്ന് പറയുന്നു. ആ ടൈമിൽ കിരൺ പറയുന്നുണ്ട്, എനിക്ക് കാശിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. എന്നിട്ടും റോഹൻ അയക്കാൻ നിർത്തിക്കും. നമ്മുടെ കിരൺ ചൂടാവുന്നുണ്ട്. ഇതെന്തൊരു കഷ്ടമാണ്, അവൾ കിണറ്റിൽ പോയി ചാടി, ഞാൻ എന്ത് ചെയ്യാനാണ്? രാവിലെ തൊട്ട് എല്ലാവരും തുടങ്ങിയതാണ്, അവിടെ ഇരിക്കുക, നിൽക്കുക, ഉറങ്ങുക, കര, ചിരിക്കുക, ആഹാരം കഴിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരോടും എന്തിനാണ് എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ ഒത്തിരി അവിടെ നിന്ന് കരയുകയാണ്. അവൻ കരയുന്ന കാണുമ്പോൾ ആദ്യം റോഹൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം നീ ലെറ്റ് ഇറ്റ് ഔട്ട്, നിൻ്റെ വിഷമങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അവനോട് പറയുന്നുണ്ട്. ഞാൻ നിനക്കൊരു ഡ്രിങ്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനെ ആ ഒരു ബാൽക്കണിയുടെ ഹാൻഡ് റെയിലിൻ്റെ അടുത്ത് നിർത്തിയിട്ട് അവൻ ഡ്രിങ്ക്സ് എടുക്കാനായി ടേബിളിൻ്റെ അടുത്തേക്ക് പോകും. ആ ടൈമിൽ റോഹൻ വീണ്ടും ആ കിലുക്കത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. റോഹൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ ഒരു ശക്തി നമ്മുടെ കിരണിനെ വലിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. കിരണിൻ്റെ കാലിൽ നമ്മുടെ റോഹൻ പിടിക്കുന്നുണ്ടെങ്കിൽ പോലും പിടിവിട്ട് ആ ചെറുക്കൻ താഴേക്ക് പോയി തലയടിച്ച് ചോരയെല്ലാം വരുന്നു. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും അവൻ്റെ 2 കാലിലെ മാംസം ഇങ്ങനെ ഇളകി വരുന്നതായി കണ്ടിട്ട് അവൻ്റെ ഉള്ള ബോധവും കൂടെ പോയി അവൻ നിലത്തേക്ക് വീഴുകയാണ്. പിന്നെ കാണിക്കുന്നത് റോഹൻ കിരണുമായിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതാണ്. അവൻ്റെ കൈയും ഡ്രസ്സും ഫുൾ ചോരയാണ്. ആ ടൈമിൽ നമ്മുടെ മധുസാര അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെന്തിനാണ് വീണ്ടും ഇവിടെ ഇരിക്കുന്നത്? എന്തിനാണ് ചെറുക്കന് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കള്ള് കൊടുക്കാൻ പോയത്? കാല് തെറ്റി അവൻ ബാൽക്കണിയിൽ നിന്ന് വീണെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അവർ കേസ് കൊടുത്താൽ നിനക്കും പ്രശ്നമാണ്. നീ എന്തായാലും ഇവിടുന്ന് പോ, നമുക്ക് എന്തായാലും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് റോഹനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം റോഹൻ അവൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ്റെ ഡ്രോയറിലുണ്ടായിരുന്ന കനിയുടെ ആ സ്ലൈഡ് എടുത്തിട്ട് ടിക് 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 ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദമുണ്ടാക്കുന്ന ടൈമിൽ തന്നെ അവിടുത്തെ ലൈറ്റും ഇങ്ങനെ മിന്നി മിന്നി ഓഫായി പോകുന്നുണ്ട്. അവൻ ബെഡ്റൂമിൽ എന്തോ അനക്കം കേൾക്കുന്നുണ്ട്. കിച്ചണിൽ പൈപ്പൊക്കെ തന്നെ വെള്ളം തുറന്ന് പോകുന്നുണ്ട്. പ്ലേറ്റൊക്കെ ആരോ വലിച്ച് എറിയുന്നുണ്ട്. പെട്ടെന്ന് അവൻ എന്തൊക്കെയോ രൂപം ഭിത്തിയിൽ ഇങ്ങനെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ പോലത്തെ. ഒരാൾ ചിലങ്കയൊക്കെ ഇട്ടിട്ട് ആ സ്റ്റെയറിൻ്റെ മുകളിൽ വന്നിന്ന് കുറേ നേരം റോഹനെ ഇങ്ങനെ നോക്കി നിന്നിട്ട് എങ്ങോട്ടേക്കോ നടന്നു പോകുന്നു. അടുത്ത ദിവസം കാണിക്കുന്നത് മധുസാർ റോഹൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. അവൻ പറയുന്നുണ്ട്, കനിയല്ല എന്നെ പിന്തുടരുന്നത്, ഇതൊരു പുരുഷനാണ്, അയാളുടെ കാലിൽ ചിലങ്കയും ഉണ്ടായിരുന്നു. അപ്പോൾ മധുസാർ ചോദിക്കുന്നുണ്ട്, ഈ വീട് നിങ്ങൾ വാങ്ങിയതാണോ അതോ പണിഞ്ഞതാണോ എന്ന്? ഇത് അച്ഛൻ പണിയിപ്പിച്ച വീടാണ്. നീ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വല്ല മരണ വീട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിരുന്നോ? ഇല്ല, കനിയുടെ വീട്ടിലല്ലാതെ ഞാൻ എവിടുന്ന് മുങ്ങും പോയിട്ടില്ല. അന്ന് കനിയുടെ വീട്ടിൽ പോയിട്ട് എന്താണ് നടന്നതെന്ന് പറയാമോ? ഞാൻ കനിയുടെ വീട്ടിൽ പോയി ചായ കുടിച്ചുകൊണ്ട് മുകളിൽ കനിയുടെ റൂമിലൊക്കെ പോയിരുന്നു. അവളുടെ റൂമൊക്കെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ അവളുടെ ഒരു സ്ലൈഡ് കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ കൂടെ എടുത്തായിരുന്നു എന്ന് റോഹൻ പറയും. മധുസാർ പറയും, ചിലപ്പോൾ അത് തന്നെയായിരിക്കും പ്രശ്നമുണ്ടായത്. മേ ബി അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും അത്. അവളല്ലെങ്കിൽ അവളെപ്പോലെ തന്നെ അവളുടെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റാരെങ്കിലും ആയിരിക്കും നിന്നെ അന്വേഷിച്ച് ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടാവുക. അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അവളെപ്പോലെ തന്നെ അവളുടെ സാധനങ്ങളും അവളെയും ഒത്തിരി ഇഷ്ടപ്പെട്ട മറ്റാരോ.
ആളാണ് നിന്നെ ഫോളോ ചെയ്യുന്നതും നീ എഴുന്നേൽക്കുന്നതും നീ ഉറങ്ങുന്നതും സംസാരിക്കുന്നതും എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കനിയെക്കുറിച്ച് അറിഞ്ഞ് മതിയാവും. അവന് ആ കനിയുമായിട്ട് എന്താണ് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. സോ നമുക്ക് കനിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ മധുസാറും റോഹനും കൂടി കനിയുടെ വീട്ടിലേക്ക് വരികയാണ്. അവളുടെ ബെഡ്റൂമിൽ എത്തിക്കഴിയുമ്പോഴേക്കും റോഹൻ ആ ക്ലിപ്പ് എടുത്തെടുത്ത് തന്നെ തിരിച്ചു വെക്കുന്നുണ്ട്. മധുസാറ് കനിയുടെ ചിലങ്കയിട്ട ബോക്സ് നോക്കുമ്പോൾ അതിനകത്ത് ചിലങ്കയിൽ കനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏതോ ഒരാളാണ് നിന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും എൽസമ്മയുടെ വീട് ഇവിടെ അടുത്താണ്. അവിടുത്തെ വേലക്കാരെ അവിടെ പോയി അവരോട് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ എൽസമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എൽസമ്മ പറയുന്നുണ്ട്, ആ കുട്ടി അങ്ങനെ അധികം ആരോടും ഒന്നും സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ അവളുടെ ഫ്രണ്ട്സ് വരുമായിരുന്നു. അങ്ങനെ പുരുഷന്മാരായുള്ള ഫ്രണ്ട്സ് ഉള്ളതായിട്ടൊന്നും എനിക്കറിയില്ല എന്ന് അവർ പറയുന്നുണ്ട്. അവളുടെ മുറി, ഡാൻസ് ക്ലാസ് അങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോന്നിരുന്നത് എന്ന് പറയുന്നു. അവിടുന്ന് പ്രത്യേകിച്ചൊന്നും അറിയാത്ത വിഷമത്തിൽ റോഹൻ തിരിച്ച് കാറ് ഇരുന്നിടത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എനിക്കിത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ മധുസാർ പറയും, ഞാൻ എൻ്റെ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കാം, എന്തായാലും ഞാൻ നാളെ രാവിലെ നിങ്ങളെ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പിരിയുകയാണ്. പോകുന്നതിന് മുമ്പ് മധുസാറ് പറയുന്നുണ്ട്, എന്തായാലും ഇനി രാത്രി വീട്ടിൽ തനിച്ച് താമസിക്കേണ്ട എന്ന്. റോഹൻ വീടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വന്ന് ഹോൺ അടിക്കുമ്പോഴേക്കും സെർവൻ്റ് ഒരു ബാഗ് അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ റോഹൻ പറയുന്നുണ്ട്, ആരും ഇന്ന് വീടിനകത്ത് നിൽക്കണ്ട, എല്ലാം പൂട്ടിപ്പൊക്കോളൂ, സെക്യൂരിറ്റിയുടെ താക്കോല് കൊടുത്താൽ മതി, നിങ്ങൾ എന്തായാലും ഇവിടെ തന്നെ കാണണം, ആരും ഈ വീടിനകത്ത് കയറാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് റോഹൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് മധുസാറിനെയാണ്. അയാൾ തുണി വെളിയിൽ വിരിച്ചിട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നല്ലൊരു കാറ്റ് വരുന്നുണ്ട്. എന്നിട്ട് പൂച്ചയും പട്ടിയും ഒക്കെ പുറത്ത് അയ്യത്ത് കിടന്ന് അടിയിടുന്ന ശബ്ദവും കേൾക്കാം. അയാൾ ആരോ ഉള്ളതുപോലെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഈ ടൈമിൽ റോഹൻ കാറിൽ കയറിയിരുന്നിട്ട് അമ്മയെ ഫോൺ വിളിക്കുകയാണ്. അവൻ്റെ സിസ്റ്റർ ഡ്യൂ ഡേറ്റ് എടുത്തിരിക്കുകയാണ്, പ്രഗ്നൻ്റ് ആണ്. സോ സിസ്റ്ററിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ അമ്മ പറയുന്നുണ്ട്, നീ എത്രയും വേഗം ഇങ്ങനെ കയറി വരാൻ, ഞാൻ എത്രയും വേഗം വന്നോളാന്ന് പറഞ്ഞിട്ട് റോഹൻ ഫോൺ വെക്കുകയാണ്. അതിനുശേഷം കനിയുടെ ഫോട്ടോസ് നോക്കിയിട്ട് അവളോടൊരു സോറി പറയുകയാണ് റോഹൻ. പിന്നീട് കാണിക്കുന്നത് മധുസാറിൻ്റെ വീടാണ്. അദ്ദേഹം കഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ടേബിളിൽ വന്നിരുന്ന് പപ്പടമൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കസേര പെട്ടെന്ന് നീങ്ങുന്ന പോലെ തോന്നുന്നു. ആദ്യം അയാൾ വിചാരിക്കും തോന്നിയതാണെന്ന്, പക്ഷെ പെട്ടെന്ന് ആ കസേര ഒത്തിരി പുറകോട്ടേക്ക് വലിഞ്ഞു പോകുന്നു. ഇതുകൊണ്ട് മധുസാറ് പേടിച്ച് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അയാൾ എഴുന്നേറ്റ് ഓടുന്ന ടൈമിൽ ആ വീട്ടിലെ കറണ്ടെല്ലാം പോകുന്നു. പെട്ടെന്ന് തന്നെ അയാൾ ആ പൂജാമുറിയിൽ കയറിയിട്ട് വാതിലടയ്ക്കുന്നുണ്ട്. അതിനുശേഷം വിളക്ക് കത്തിക്കാൻ നോക്കുമ്പോഴേക്കും തീപ്പെട്ടി കത്തുന്നില്ല. അയാൾ ഒത്തിരി ടെൻഷൻ ആവുന്നുണ്ട്. പിന്നെ ഒത്തിരി പേടിച്ചാണെങ്കിലും എങ്ങനെയോ ആ വിളക്ക് കത്തിക്കുന്നു. ആ ടൈമിൽ ആ പൂജാമുറിയുടെ വാതിലിനിടയിൽ കൂടെ എന്തോ ഒരു വലിയ വെട്ടം ഇങ്ങനെ പോകുന്ന പോലെ അയാൾ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അനക്കമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ പൂജാമുറിയിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ട് ഓടിപ്പോയി ആ പഞ്ചസാര എടുത്തിട്ട് ആ ഡൈനിങ് ടേബിളിലും വീട്ടിലും അയാളുടെ ദേഹത്തും എല്ലാം ഇടുന്നുണ്ട്. അതിനുശേഷം ഓടിപ്പോയിട്ട് അമ്മ എന്തെയും ചെക്ക് ചെയ്യുന്നുണ്ട്. അമ്മയെ വിളിക്കുമ്പോൾ അമ്മ നല്ല ഉറക്കമായിരുന്നു. അമ്മ പ്രത്യേകിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. ഒന്നുമില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് അയാളാകെ പേടിച്ച് ആ കട്ടിൽ കുത്തിയിരിക്കുന്നുണ്ട്. അതിനുശേഷം മധുസാര ഹോസ്പിറ്റലിൽ പോയി ഗെരിനെയോ കണ്ടതിന് ശേഷം കനിയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവളുടെ കൂട്ടുകാരിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയും, അറിയില്ല, പെട്ടെന്ന് ഒരു ദിവസം അവൾ ഡാൻസ് നിർത്തിയതാണ്, ഞാൻ ഒത്തിരി നിർബന്ധിച്ചു, പക്ഷെ പിന്നീട് അവൾ അത് കണ്ടിന്യൂ ചെയ്തില്ല എന്ന് പറയും. ആ ടൈമിൽ റോഹൻ ചോദിക്കുന്നുണ്ട്, അവളെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ശല്യം ചെയ്യുകയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല, പക്ഷെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഒരു ദിവസം ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് മഴ പെയ്തപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ആ ബിൽഡിങ്ങിലേക്ക് കയറി നിന്നു. അവിടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ ഇവളെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നീട് ഒരു ദിവസം അയാൾ ഈ ഡാൻസ് ക്ലാസ്സിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്നും ഇവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് കണ്ടിരുന്നു. അയാളുടെ നോട്ടം കണ്ടാൽ പേടി വരും. കനിയാണ് നോക്കുന്നത് കണ്ടിട്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നീ സൂക്ഷിക്കണമെന്ന്. പക്ഷെ അവൾ പറഞ്ഞു, നീ പേടിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് റോഹനും മധുസാറും കൂടെ ആ ഫോട്ടോസ്റ്റാറ്റ് കടയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അയാളുടെ പേര് ഫിലിപ്പ് എന്നാണെന്ന് മനസ്സിലാവുന്നു. അയാൾ ഇവിടെ 1.5 മാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്കൊരാളെ ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, ഒരു പള്ളിയിൽ നിന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ പണിക്കെടുത്തത് എന്ന് പറയുന്നുണ്ട്. അവൻ പക്ഷെ എനിക്ക് കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. കുറേ പേപ്പേഴ്സും എങ്കുമൊക്കെ എൻ്റെ പോയിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ അവൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതെല്ലാം പള്ളിയിലേക്കാണെന്നാണ് പറഞ്ഞത്, പക്ഷെ പള്ളിയിൽ നിന്നും ആരും വന്നിട്ടില്ല എന്ന് പറയും. ഈ ടൈമിൽ റോഹൻ പറയുന്നുണ്ട്, അതൊന്ന് കാണിക്കാമോ എന്ന്. സോ അവൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ
പറയും അവൻ സൗദിയിൽ പോയി, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വരാറില്ല എന്ന്. അവൻ്റെ ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. സോ ആ പ്രിൻ്റ് ഔട്ട് എടുത്ത പേപ്പറുകളെല്ലാം റോഹനും മധുസാറും കൊണ്ടുപോകുന്നുണ്ട്. കൂടാതെ ആ ഫോൺ നമ്പറും കൊണ്ടുപോകുന്നുണ്ട്. ആ ഫോണിൽ വിളിക്കുമ്പോൾ ആക്ച്വലി കോൾ ഒന്നും കണക്റ്റ് ആവുന്നുണ്ടാവുന്നില്ല. പ്രിൻ്റ് ഔട്ട് ചെക്ക് ചെയ്യുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ടൈമിൽ റോഹൻ പറയുന്നുണ്ട് നമുക്കിനി അറിയേണ്ടത് അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നത് മാത്രമാണെന്ന്. സൗദിയിൽ കൊണ്ടുപോയ ആളുടെ നമ്പറും അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമ്മുടെ മധുസാര പറയുന്നുണ്ട് എൽസമ്മയുടെ മോനെയും സൗദിയിൽ കൊണ്ടുപോയത് ഇതേ നമ്പറിൻ്റെ ആൾ തന്നെയാണ്. സോ ചിലപ്പം അവനെ വിളിച്ചാൽ എന്തെങ്കിലും അറിയാൻ പറ്റുമായിരിക്കുമെന്ന്. അപ്പോൾ റോഹൻ പറയുന്നുണ്ട് ഞാൻ എൽസമ്മയുടെ അടുത്ത് പോവാം, നിങ്ങൾ പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് മധുസാറിനെ പള്ളിയിലേക്ക് വിടുന്നുണ്ട്. പള്ളിയിൽ ചെന്ന് അച്ഛനോട് ആ പ്രിൻ്റ് ഔട്ടോ കാണിച്ചിട്ട് മധുസാറ് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇതൊന്നും ബൈബിളിലൊക്കെ ഉള്ളതാണ്, പക്ഷേ എക്സാക്ട്ലി ബൈബിളിലെ തന്നെയല്ല, ക്രിസ്തീയ വചനങ്ങളൊക്കെ തന്നെയാണല്ല. ഇതൊക്കെ ഡേയ്സ് ഇറയാണ്. അതായത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു സംഗീതം വായിക്കില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട ട്യൂണുകളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവൻ തന്നെ എഴുതിയതാവാനും ചാൻസ് ഉണ്ട്. അവൻ അത്രയ്ക്ക് നല്ല ബുദ്ധിയുള്ള ആളാണ്. ഞാനാണ് അവനോട് പറഞ്ഞത് നല്ല ചാൻസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ സൗദിയിലേക്കോ പുറത്തേക്കോ എവിടെയെങ്കിലും പോകാൻ. ആ ടൈമിൽ മധുസാറ് നമ്മുടെ ഫിലിപ്പിൻ്റെ ഫോട്ടോ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോ കാണിക്കുന്ന ടൈമിൽ തന്നെ റോഹൻ ഇവിടെ എൽസമ്മയുടെ വീട്ടിൽ മനുവിനെ സൗദിക്ക് കൊണ്ടുപോയ ആളുടെ നമ്പറിനായിട്ട് ചെല്ലുന്നു. വാതിൽ തുറന്ന് കിടക്കുമ്പോഴാണ് നമ്മുടെ റോഹൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഫിലിപ്പ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആളുടെ ഫോട്ടോ ആ പെരയ്ക്കകത്തിരിക്കുന്നു. അതായത് എൽസമ്മയുടെ മോനായ മനു തന്നെയാണ് ഫിലിപ്പ്. അപ്പോൾ റോഹൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ മനുവിന് ഫിലിപ്പ് എന്നൊരു പേരുണ്ടോയെന്ന്. അപ്പോൾ അമ്മ പറയുന്നു ആ പള്ളിയിലെ പേര് ഫിലിപ്പ് എന്നാണെന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു കൊണ്ടുപോയ ആളുടെ നമ്പർ അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ റോഹൻ ആ വീട് മൊത്തം ഒന്ന് വീക്ഷിക്കുന്നുണ്ട്. ആ ടൈമിൽ ഒരു മുറി മാത്രം പൂട്ടിയിട്ട് അതിൻ്റെ വെന്റിലേഷൻ ഉൾപ്പെടെ അടച്ചിട്ടേക്ക് കാണുന്നു. അവൻ ആ വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു കൊതുക് വലയുടെ കൂട്ടിനകത്ത് ഒരു ദ്രവിച്ച ശരീരമാണ് കാണുന്നത്. അതായത് ആ ഫിലിപ്പിൻ്റെ ശരീരം അവിടെ ദ്രവിച്ച് കിടക്കുകയാണ്. അവൻ ചുറ്റും നോക്കുന്നു. ആ ശരീരത്തിൻ്റെ കാലിൽ ചിലങ്കയും കിടപ്പുണ്ട്. റോഹന് കാര്യങ്ങളൊക്കെ മനസ്സിലായി വരികയാണ്. പെട്ടെന്നാണ് എൽസമ്മ പുറകിൽ നിന്ന് വന്നിട്ട് ഒരു വടിയെടുത്ത് റോഹൻ്റെ തലക്കിട്ടടിക്കുന്നത്. അപ്പം തന്നെ റോഹൻ്റെ ബോധം അവിടെ പോയി അയാൾ ആ മുറിയിൽ തന്നെ ബോധം കെട്ട് വീഴുകയാണ്. ഫിലിപ്പാണ് മനു എന്ന് മനസ്സിലാക്കിയിട്ട് മധുസാറ് റോഹനെ ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും കണക്റ്റ് ആവുന്നില്ല. പിന്നെ കാണിക്കുന്നത് എൽസമ്മ വചനങ്ങളൊക്കെ ചൊല്ലി തൊഴുതുകൊണ്ട് മോൻ്റെ മുന്നിൽ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. അതെല്ലാം ചൊല്ലിക്കഴിഞ്ഞവർ പറയുന്നുണ്ട് എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും ഒരു നാൾ ഒരാൾ എൻ്റെ മകനെ തിരക്കി ഇവിടെ വരുമെന്നും, പക്ഷേ അത് കുഞ്ഞെ നീ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവന് ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എപ്പോഴും വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം, ജനലിൽ കൂടെ നോക്കുമ്പോഴൊക്കെ കനിയെ കണ്ടുകൊണ്ടിരിക്കണം. അവൻ്റെ ആ ശീലങ്ങളൊന്നും അവൻ മരിച്ചു കഴിഞ്ഞും ഞാൻ മുടക്കാറില്ല. അവൻ ആദ്യം ശ്വാസം മുട്ടിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു കനിയുടെ മുഖം അവൻ്റെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോകുന്നെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ കനിയുടെ മുറി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവളുടെ ഫോട്ടോ എടുത്ത് അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. പിന്നീട് അത് അവളുടെ ചീപ്പായി, അവളുടെ ബെസ്റ്റ് ടിക്കറ്റായി, അവളുടെ സ്ലൈഡായി, അങ്ങനെയെല്ലാം. അങ്ങനെ ഈ മുറിയെല്ലാം അവളുടെ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു. അവളുടെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ അവൻ്റെ കൂടെയാണ്. ഒരു ദിവസം ഞാൻ അവളുടെ ചിലങ്ക അവൻ്റെ കാലിൽ കൊണ്ട് അണിയിച്ചു. അവൻ എന്ത് സന്തോഷമായെന്നറിയാമോ? പക്ഷേ അവൻ്റെ ഇഷ്ടമൊന്നും അവളുടെ അടുത്ത് പറയാനുള്ള ധൈര്യമൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് അതൊന്നും അവളെ അറിയിക്കാനായി സാധിച്ചിരുന്നില്ല. എൻ്റെ മകൻ്റെ വിധി എഴുതിയത് അവൻ തന്നെയാണ്. മരണം അവൻ്റെ തുടക്കമാണ്. ദൈവത്തിന് പോലും ഞാൻ അവനെ വിട്ടുകൊടുത്തില്ല, പിന്നെയാണ് നിനക്ക് എന്ന് പറയുന്നു. നീയും കാണിക്കുന്നത് മധുസാറ് സ്കൂട്ടർ എടുത്ത് നമ്മുടെ എൽസമ്മയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. നേരം ഇരുട്ടിയിരിക്കുന്നു. അയാൾ സ്കൂട്ടർ ഫ്രണ്ടിൽ വെച്ചിട്ട് വീടിൻ്റെ പുറകിലേക്ക് പോകുമ്പോൾ എൽസമ്മ പറമ്പിൽ വലിയൊരു കുഴിയെടുക്കുന്നത് അയാൾ കാണുന്നുണ്ട്. അയാൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പമ്മി ആ പെരയ്ക്ക് അകത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും റോഹൻ ആ മുറിയിൽ ബോധം കെട്ട് കിടക്കുന്ന കണ്ടിട്ട് അവനെ വിളിച്ച് ഉണർത്തുന്നുണ്ട്. ഉണർന്നു വന്ന റോഹൻ പറയുന്നുണ്ട് ഫിലിപ്പാണ് മനു, നോക്കെന്ന് പറഞ്ഞിട്ട് കട്ടിൽ ആ ദ്രവിച്ച ശരീരം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ റോഹൻ പറയുന്നുണ്ട് പോലീസിനെ പെട്ടെന്ന് വിളിക്കുന്നു. ആ ടൈമിൽ മധുസാറ് പറയുന്നു നീ അവിടെ നിൽക്ക്, ഈ ചിലങ്ക ഞാൻ നൂരട്ടെ, ഈ ചിലങ്ക ഇവരുടെ ദേഹത്ത് കിടക്കുന്നതാണ് അവനെ ഇവിടെ എല്ലാം പിടിച്ചു നിർത്തുന്നതെന്ന്. അയാളെ ചിലങ്ക മൂവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അത് ആ കാലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും മൂർച്ചയുള്ള സാധനം വേണമെന്ന് പറയുമ്പോൾ റോഹൻ അടുക്കളയിലേക്ക് പോയി പിച്ചാത്തി എടുക്കാനായി പോകുന്നുണ്ട്. ഈ ടൈമിൽ
മധുസാറിൻ്റെ റൂമിലെ ബൾബ് ഇങ്ങനെ മിന്നി അണയുന്നുണ്ട്. അയാൾ പെട്ടെന്ന് പേടിക്കുന്നു. അതുപോലെ കിച്ചണിലെ ബൾബ് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോകുന്നുണ്ട്. ആ ടൈമിൽ മധുസാറിൻ്റെ റൂമിൻ്റെ വാതിൽ വെളിയിൽ നിന്ന് ആരോ ലോക്കാക്കുന്നുണ്ട്. ആ ടൈമിൽ എൽസമ്മ നമ്മുടെ റോഹനെ കണ്ടിട്ട് ആ കിളച്ചുകൊണ്ടിരുന്ന തൂമ്പ കൊണ്ട് വന്നിട്ട് ഇവനെ വെട്ടാനായി ഓടി വരുന്നു. റോഹൻ മാറുന്നുണ്ടെങ്കിൽ പോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ ആയി നമ്മുടെ റോഹനെ എൽസമ്മ കുറേ ഉപദ്രവിക്കുന്നുണ്ട്. അവൻ്റെ കൈ ആ ഒരു പാതകത്തിൽ വെച്ചിട്ട് അത് അടിച്ചടിച്ചടിച്ച് ചതയ്ക്കുകയാണ്. വേദന സഹിക്കാൻ വയ്യാതെ റോഹൻ എൽസമ്മയെ പിടിച്ച് തെള്ളുന്നുണ്ട്. എൽസമ്മ തലയിടിച്ച് ഒരു സ്ഥലത്തേക്ക് വീഴുന്നു. ആ ടൈമിൽ അവിടുന്ന് ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ റോഹൻ മധുസാറ് കിടന്ന റൂം തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കയറി അയാളെ വിളിച്ചുണർത്താൻ നോക്കുന്നു. പക്ഷേ അയാൾക്ക് ബോധമില്ല. അവൻ പെട്ടെന്ന് തന്നെ ആ കട്ടിലിൽ കിടന്ന ആ ഒരു ദ്രവിച്ച ശരീരത്തിൻ്റെ കാല് കീറി മുറിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അതിന് സാധിക്കുന്നില്ല. അത് മുറിക്കാൻ ശ്രമിക്കും തോറും മധുസാറ് ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. നമ്മുടെ റോഹൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവസാനം ആ കാല് രണ്ടും വെട്ടി അങ്ങ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ എന്തോ ഒരു പ്രേതത്തിൻ്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ഒരാത്മാവ് അവിടെ നിന്ന് കരയുന്ന പോലൊക്കെ. ആ ടൈമിൽ മധുസാറിനെ പിടിച്ചിരുന്ന ആ പ്രേതത്തിൻ്റെ പിടിയും വിട്ടു പോകുന്നുണ്ട്. പുള്ളി നോർമലായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതിനുശേഷം അവൻ ആ 2 കാലും എടുത്തുകൊണ്ട് വന്നിട്ട് ആ അടുക്കളയിലുണ്ടായിരുന്ന അടുപ്പിനകത്ത് കൊണ്ടിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ഇതെല്ലാം കണ്ട് എൽസമ്മ കുറേ കരയുന്നുണ്ട്. ആ കുറച്ച് കഴിയുമ്പോഴേക്കും അടുപ്പിനകത്തുനിന്ന് ഇങ്ങനെ ഊന്നൊരു ശബ്ദമുണ്ടായി. ഒരു എനർജി പോലൊരു സാധനം ആ പെരയ്ക്കകത്തൂടെ നേരെ ഓടിൻ്റെ മുകളിൽ കൂടെ വെളിയിലേക്ക് പോകുന്നുണ്ട്. അത്രയും ഭാഗം കത്തിപ്പോകുന്നുണ്ട്. അവിടെല്ലാം തീ പിടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഡെഡ് ബോഡി കിടന്ന മുറിയിലും തീ പിടിക്കുന്നുണ്ട്. നമ്മുടെ റോഹൻ മധുസാറിനെ പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടിരുത്തിയിട്ട് അയാൾക്ക് ബോധമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം എൽസമ്മ കരഞ്ഞുകൊണ്ട് മകൻ്റെ ബാക്കിയുള്ള ശരീരം കത്തുന്നത് നോക്കി ആ മുറിയിൽ വന്നിരുന്ന് കരയുന്നുണ്ട്. ആ ടൈമിൽ റോഹൻ പോയി എൽസമ്മയുടെ മുന്നിലേക്ക് ഒരു കൈ നീട്ടുകയാണ്. കരഞ്ഞു കരഞ്ഞ് എൽസമ്മ ആ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ റോഹൻ എൽസമ്മയും മധുസാറിനെയും രക്ഷപ്പെടുത്തി വീടിന് വെളിയിൽ വന്ന് നിൽക്കുന്നു. അവർ 3 പേരും ആ വീട് നിന്ന് കത്തുന്നത് പുറത്തു നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റാണ്. ഒരാൾ നമ്മുടെ മധുസൂദനൻ പോറ്റിയെ കാണാൻ വന്നിരിപ്പുണ്ട്. അയാൾ പറയുന്നു, അച്ഛൻ മരിച്ചത് ഞാൻ ഈയിടയ്ക്കാണ് അറിഞ്ഞത്. എനിക്ക് ഒരു ഫ്രണ്ടുണ്ട്. അയാളുടെ വീടിന് റെൻറ്റ് കൊടുക്കാനോ അതുപോലെ വിൽക്കാനോ സാധിക്കുന്നില്ല. അവിടെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് ഒരമ്മയും മകനുമാണ്. അയാൾക്ക് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. സോ നിങ്ങൾ ആ വീടൊന്ന് വന്ന് കാണാമോ എന്ന് മധുസൂദൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഓക്കെ, ഞായറാഴ്ച ഞാൻ വന്നേക്കാമെന്ന് ചോദിക്കുന്നു. പോകുമ്പോൾ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ജോർജ് എന്ന് പറയുന്നു. അങ്ങനെ ജോർജ് അവിടെ നിന്ന് പോവുകയാണ്. ആ ടൈമിൽ റോഹൻ നമ്മുടെ മധുസൂദൻ സാറിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. റോഹൻ പറയും, കിരൺ ഇപ്പോൾ ബെറ്ററായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എൽസമ്മ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് മധുസാറിൻ്റെ അടുത്ത് ചോദിക്കും. അവരിപ്പോൾ അവരുടെ ആങ്ങളയുടെ കൂടെയാണ്. നമ്മുടെ മനു മരിച്ചത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് മധുസാറ് പറയുന്നുണ്ട്. ഞാനിന്ന് വൈകിട്ട് US പോവാണ്. ചേട്ടനോട് ഒരു യാത്ര പറയാൻ വേണ്ടി വന്നാന്ന് പറയും. അപ്പോൾ മധുസാറ് പറയുന്നുണ്ട്, ഓക്കെ നീ പോയിട്ട് വാ, അച്ഛനോട് എന്നെ അന്വേഷണം പറയണം എന്നൊക്കെ പറയുന്നു. അതിനുശേഷം അന്ന് രാത്രി അവൻ പെട്ടിയെല്ലാം എടുത്ത് വെക്കുന്ന ടൈമിൽ അച്ഛൻ ഫോൺ വിളിക്കുന്നുണ്ട്. അച്ഛനും പറയുന്നുണ്ട്, അച്ഛൻ എല്ലാം റെഡിയാണ്, ഡ്രൈവർ വെളിയിൽ വെയിറ്റ് ചെയ്യാണ് എന്ന് പറയുന്നു. ഫോൺ കട്ട് ചെയ്യുന്ന ടൈമിൽ മുറിക്കകത്ത് ആരോ ഉള്ളതുപോലെ അവൻ ഫീൽ ചെയ്യുന്നു. അവൻ പെട്ടെന്ന് ആ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ ആ കട്ടിലിൽ കനിയുടെ വീട്ടിൽ അവൻ കൊണ്ടുവച്ച ആ സ്ലൈഡ് കിടക്കുന്നു. അവൻ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് എറിയുമ്പോൾ ഒരു ആളുടെ മേത്ത് ഒരു പുതപ്പ് എങ്ങനെ വന്ന് വീഴുമോ അതുപോലെ അവിടെ ഒരു രൂപം കാണുന്നു. അവൻ പതുക്കെ ആ ബെഡ്ഷീറ്റ് വലിച്ച് നോക്കുമ്പോഴേക്കും ആരെയാണ് കാണുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ആ ടൈമിൽ റോഹൻ എന്നൊരു സ്ത്രീ ശബ്ദം അവനെ വിളിക്കുന്നതായി നമ്മളെ കേൾപ്പിക്കുന്നു. വാട്ട് ദ ഫക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ അവിടെ അവസാനിക്കുന്നു. സോ ഗൈസ്, ഈ ഫിലിം എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ അവതരണം എങ്ങനെയുണ്ടായിരുന്നുവെന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അതുമാത്രമല്ല, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.